വായലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ അങ്ങനെ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ. പാല് വേണം, ആവശ്യത്തിന് മധുരം, അതുപോലെ കൊക്കോ പൗഡർ വേണം, പിന്നെ കോൺഫ്ലോർ വേണം, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഹേസൽനട്ടിന്റെ സ്പ്രെഡ് ആണ് കേട്ടോ. ഇതില്ലെങ്കിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിലും അതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല പോലെ വിസ്ക് വെച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ച് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് അതുപോലെ ഇങ്ങനെ കുറുക്കി എടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മൗൾഡിലോട്ട് മാറ്റാം. ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡിമൗൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഇങ്ങനെ ഗുളു എന്ന് പറഞ്ഞ ഒരു പുഡിംഗ് ആണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി ഞാൻ കൊക്കോ പൗഡർ കുറച്ചൊന്ന് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിങ്ങനെ പീസ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ടും കഴിക്കാം. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിയോണ്ട് മുറിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പുഡിംഗ് കേട്ടോ. എന്തായാലും ഇഷ്ടാവും.